എല്ലാവർക്കും നമസ്കാരം. സാപ്പിയൻസ് PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 പ്രഖ്യാപിച്ച നൊബേൽ പുരസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായാൽ നിങ്ങൾക്ക് PDF നോട്ടുകൾ ലഭിക്കുന്നതാണ്. ഇപ്പൊ 2025 പ്രഖ്യാപിച്ച നൊബേൽ പുരസ്കാരം 6 വിഷയങ്ങൾക്കാണ് നൽകിയത്. ഓരോ വിഷയങ്ങളും നമുക്ക് കൃത്യമായി പഠിച്ചു പോയാൽ വരുന്ന പരീക്ഷകളിൽ എന്തായാലും ഒരു മാർക്ക് നമുക്ക് ലഭിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് വൈദ്യശാസ്ത്രം, മെഡിസിനുള്ള നൊബേൽ പുരസ്കാരം 2025 3 പേർക്കാണ് ലഭിച്ചത്. അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മേരി ഇ ബ്രൂൺകെ എന്നാണ് പേര്. മേരി ഇ ബ്രൂൺകെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മേരി ഇ ബ്രൂൺകെ. രണ്ടാരാണ്? ഫ്രെഡ് റാംസ്ഡെൽ. എന്താണ് പേര്? ഫ്രെഡ് റാംസ്ഡെൽ എന്നാണ് പേര്. മൂന്നാമത്തെ ആളുടെ പേര് ഷിമോൻ സകാഗുച്ചി എന്നാണ് പേര്. പേരുകൾ കേട്ട് നിങ്ങൾ ആരും ഓടരുത്, നമുക്കിതെല്ലാം ഓർത്തിരിക്കണം. അപ്പൊ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2025 3 പേർക്ക് ലഭിച്ചു. 1 മേരി ഇ ബ്രൂൺകോ, 2 ഫ്രെഡ് റാംസ്ഡെൽ, 3 ഷിമോൻ സകാഗുച്ചി എന്നാണ് പേര്. നമുക്ക് ഇത് പഠിച്ചിരിക്കണം. എന്തിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, റെഗുലേറ്ററി T സെൽസുകളുടെ കണ്ടെത്തൽ കേട്ടോ. റെഗുലേറ്ററി T സെൽസിന്റെ കണ്ടെത്തലിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തോണം. അപ്പൊ ഇവരുടെ പേര് എങ്ങനെ ഓർത്തിരിക്കാം? ഇവിടെ ബ്രൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രൂ അല്ലേ? ബ്രൂ കുടിക്കുക എന്ന് പറയും. ചായക്ക് വരും ബ്രൂ ഉണ്ട്, ബ്രൂ അല്ലേ? പിന്നെന്താ? റാം എന്ന പേരും നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ റാം ബ്രൂ സദാ കുടിക്കും എന്നവിടെ ഓർത്താ മതി കേട്ടോ. റാം ബ്രൂ, മെഡിസിന് പകരം റാം ബ്രൂ സദാ കുടിക്കും എന്നവിടെ ഓർത്തു കഴിഞ്ഞാൽ, മെഡിസിന് പകരം എന്ന് പറയുമ്പോൾ അവിടെ മെഡിസിൻ എന്നുള്ളതായി. പിന്നെ റാം എന്ന് പറയുമ്പോൾ അവിടെ റാംസ്ഡെൽ എന്നവിടെ ഓർക്കണം. റാംസ്ഡെൽ പേരോർക്കൂ. റാംസ്ഡെൽ. ഫ്രെഡ് റാംസ്ഡെൽ. അപ്പൊ മെഡിസിന് പകരം റാം. ബ്രൂ എന്ന് പറയുമ്പോ മേരി ബ്രൂൺകോ. ബ്രൂ എന്ന് പറയുമ്പോൾ ബ്രൂൺകോ എന്ന് ഓർക്കൂ. മെഡിസിൻ റാംസ്ഡെൽ, ഫ്രെഡ് റാംസ്ഡെൽ, ബ്രൂൺകോ, മേരി ബ്രൂൺകോ. സദാ കുടിക്കും എന്ന് പറയുമ്പോ എന്തായി? സകാഗുച്ചി എന്നുള്ളത് അവിടെ ആയി. ഷിമോൻ സകാഗുച്ചി. ഓക്കെ അല്ലേ? അപ്പം മെഡിസിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയ ആൾക്കാരുടെ പേരുകൾ കൃത്യമായി തലയിൽ ഓർത്തു വെക്കുക. മെഡിസിന് പകരം റാംസ്ഡെൽ, ഫ്രെഡ് റാംസ്ഡെൽ. ഓക്കെ. ബ്രൂ മേരി ബ്രൂൺകോ. ഓക്കെ. സകാഗുച്ചി പേരുകൾ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രൂ എന്ന് ഓർക്കുമ്പം ബ്രൂ സദാ കുടിക്കും എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അവിടെ റെഗുലറായി ടീ കുടിക്കുന്ന കാര്യം കൂടെ ഓർത്തു കഴിയുമ്പോൾ അവിടെ എന്തായി? അവിടെ എന്തിനാണ്? റെഗുലേറ്ററി T സെൽസിനെ കണ്ടെത്തി എന്നുള്ളത് അവിടെ ഓർക്കാം. ഓക്കെ. അപ്പം മെഡിസിനുള്ള നൊബേൽ പുരസ്കാരം നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് എത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത നൊബേൽ പുരസ്കാരത്തിലേക്ക് പോകാം. അടുത്ത നൊബേൽ പുരസ്കാരം ഫിസിക്സിനാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ഇപ്രാവശ്യം 3 പേർക്ക് കിട്ടി. 1 ജോൺ ക്ലർക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ജോൺ ക്ലർക്ക്. അടുത്തത് മിഷേൽ ഡെവറേ. എന്താണ് പേര്? മിഷേൽ ഡെവറേ. ഓക്കെ. അപ്പൊ ഈ പ്രൊനൗൺസ് ചെയ്യുന്നതിനകത്ത് ചെറിയ വ്യത്യാസം കാണും. നമുക്കൊരു PSC ആസ്പിരന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഈ രീതിയിൽ പഠിക്കുക. മിഷേൽ ഡെവറേ. ഓക്കെ. മൂന്നാമത്തെ ആളുടെ പേര്
ജോൺ മാർട്ടിനിസ്. എന്താണ് പേര്? ജോൺ മാർട്ടിനിസ് എന്നാണ് പേര്. അപ്പൊ ഏത് വിഷയത്തിലാണ്? ഫിസിക്സിനുള്ള നോബൽ സമ്മാനമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം 2 ജോണിന് കിട്ടി. 2 ജോൺ ആരൊക്കെയാണ്? ഒന്ന് ജോൺ ക്ലാർക്ക്, 2 ജോൺ മാർട്ടിനിസ്. ജോൺ മാർട്ടിനിസ്. 3 മിഷേൽ ഡെവറേ. മിഷേൽ ഡെവറേ. അപ്പോ നമ്മള് ഫിസിക്സിന്റെ ലാബിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാറുണ്ട്? ഒരു ക്ലർക്ക് കാണും അല്ലേ? ക്ലർക്ക്. ഫിസിക്സിന്റെ ലാബിൽ നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ ഒരു ക്ലർക്ക് കാണും. ക്ലർക്ക് നമ്മളെ മാർക്ക് മേടിക്കാനായി എന്ത് ചെയ്യാറുണ്ട്? ലാബിന്റെ പരീക്ഷയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, എങ്ങനെയല്ലോ അവൻ ജയിച്ചു പോട്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യും, മാർക്ക് മേടിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ വല്ലതും ചെയ്ത് വെച്ചിട്ട് ഇറങ്ങി വരും. വേറെ വേറെ ക്ലർക്ക് പറയുന്നൊന്നുമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ആർക്ക് കിട്ടി? ഒന്ന് ക്ലർക്ക്, 2 മാർട്ടിനിസ്, മാർട്ടിനിസ്, 3 വേറെ ഡെവറേ. 3 പേരുകൾ അവിടെ കൃത്യമായി ഓർത്തു വെക്കുക. ഒന്ന് ജോൺ ക്ലർക്ക്, 2 ജോൺ മാർട്ടിനിസ്, 3 ഡെവറേ എന്ന് പറയുമ്പോൾ മിഷേൽ ഡെവറേ എന്നാണ് പേര്. അപ്പൊ 3 പേര് അവിടെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം നിങ്ങൾക്ക് അവിടെ കിട്ടി. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള പഠനം, അതിന്റെ ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇവിടെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. 3 പേര് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകാം. നമ്മൾ മെഡിസിനും പഠിച്ചു, ഫിസിക്സും പഠിച്ചു. അടുത്തത് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ഇപ്രാവശ്യം 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 3 പേരാണ്. നോക്കൂ, മെഡിസിന് 3, ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 3 അല്ലെ? അപ്പൊ കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ആർക്കൊക്കെ? പേരുകൾ ഇങ്ങനെയാണ്: സുസുമു കിറ്റഗാവ. ആരും പോലെ നിൽക്കൂ. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, പിന്നെ ഒമർ യാഗി. ഇങ്ങനെയാണ് പേര്. ഓക്കെ. അപ്പോ സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. ഇങ്ങനെയാണ് പേര്. എന്തിന്? കെമിസ്ട്രിക്കുള്ള പുരസ്കാരം കിട്ടിയ ആൾക്കാരാണ്. എന്തിനാ ഇവർക്ക് കിട്ടിയത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ ഡിസൈൻ ചെയ്തതിനാണ്. ഓക്കെ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ ഡിസൈൻ ചെയ്തതിനാണ് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ഇവർക്ക് 3 പേർക്ക് കിട്ടിയത്. സുസു എന്ന് മാത്രം ഓർക്കരുത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, പിന്നെന്താ? ഒമർ യാഗി. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം എന്ന് ചോദിച്ചാല്, മെറ്റൽ എന്നവിടെ ഓർക്കാമല്ലോ. മെറ്റൽ എന്താ? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഡിസൈൻ. അപ്പൊ അവിടെ ഓർത്തു. മെറ്റൽ വീണപ്പോ റോസു എന്ത് ചെയ്തു? അമറി എന്ന് അവിടെ ഓർത്താ മതി. അമറി. എന്താണ് പറഞ്ഞത്? മെറ്റൽ വീഴുമ്പോ ഭയങ്കര സൗണ്ട് ആണ്. അപ്പൊ റോസു അങ്ങ് അമറി. അയ്യോ എന്ന് പറഞ്ഞ് റോസു അങ്ങ് അമറി. അപ്പൊ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഡിസൈൻ. ഓക്കെ, കെമിസ്ട്രി എന്നുള്ളത് അവിടെ ഓർത്തോണം. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഡിസൈൻ. റോസു എന്ന് പറയുമ്പോൾ അവിടെ റോബ്സൺ എന്ന് കിട്ടണം. റിച്ചാർഡ് റോബ്സൺ. സു എന്ന് പറയുമ്പോൾ സുസുമു കിറ്റഗാവ അവിടെ ഓർക്കാം. അമറി എന്ന് പറയുമ്പോൾ ഒമർ എം യാഗി എന്നുള്ളത് ഓർത്തോണം. ഒമർ എം യാഗി. അപ്പോ കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനവും 3 പേർക്കാണ് ലഭിച്ചത്. നമുക്ക് ഒന്നുകൂടെ ഓർക്കാം ആരൊക്കെയായിരുന്നു. അപ്പോ അവിടെ നമ്മൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഡിസൈൻ ആണ് പുരസ്കാരം ലഭിച്ചത്. അത് ആർക്കൊക്കെയാണ് കിട്ടിയത്? റോബ്സൺ എന്നാണ് പറഞ്ഞത്. റിച്ചാർഡ് റോബ്സൺ. സുസുമു കിറ്റഗാവ, പിന്നെ ഒമർ എം യാഗി. ഓക്കെ, ആ പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്ത വിഷയം ഏതാണ്? സാഹിത്യം, ലിറ്ററേച്ചറിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് ഒരു ഹംഗറിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ലാസ്ലോ കരാസ്ന
ലാസ്ലോ ക്രാസ്നഹോർക്കെ എന്നാണ് പേര്. പേരുകൾ ഇത്തിരി വലുതാണ് അല്ലേ? ലാസ്ലോ എന്താണ് പേര്? ലാസ്ലോ. ഈ ഒരു ഭാഗം നോക്കൂ, വലിയ കുഴപ്പമില്ല. ലാസ്ലോ എന്നാണ് പേര്. ക്രേസ്നഹോർക്കെ, ക്രേസ്നഹോർക്കെ അല്ലേ? സാധാരണ സാഹിത്യകാരന്മാരോടൊക്കെ എന്ത് തോന്നാറുണ്ട്? ആ, ഒരു ക്രഷ് തോന്നാറുണ്ട് എന്നവിടെ ഓർത്താ മതി. ക്രസ് തോന്നാറുണ്ട്. ക്രഷ് അല്ല കേട്ടോ, ക്രസ് തോന്നാറുണ്ട്. സാഹിത്യകാരന്മാരോട് ഒരു ക്രസ് തോന്നാറുണ്ട് കേട്ടോ. ലാസ്ലോ ക്രസ്നഹോർക്കെ, ലാസ്നോ ക്രസ്നഹോർക്കെ. ക്രസ് തോന്നിയോ? ക്രസ്നഹോർക്കെ. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലാസ്ലോ ക്രസ്നഹോർക്കെക്കാണ് ലഭിച്ചത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ്. അപ്പോ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അവിടെ പൂർത്തിയായ സ്ഥിതിക്ക് ഒരാളെ ഉള്ളൂ. അവിടെ ക്രഷ് അവിടെ ഓർത്തോണം. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് സമാധാനം. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് വെനസ്വേലൻ വനിതയാണ്. പ്രതിപക്ഷ നേതാവാണ് വെനസ്വേലൻ. പേര് മരിയ കുറിന. എന്താണ് പേര്? മരിയ കുറിന എന്നാണ് പേര്. മരിയ കുറിന എന്തിന്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് മരിയ കുറിന അല്ലേ? അപ്പം നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, എന്താ, ഒന്ന് മാറിക്കേ, കുറച്ച് സമാധാനം വേണം എന്ന് പറയാറുണ്ട്. ഒന്ന് മാറിക്കേ, കുറച്ച് സമാധാനം വേണം. മാറിക്കേ സമാധാനം വേണം. മാറിക്കേ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? മരിയ എന്നുള്ള പേര് അവിടെ ആയി. മരിയ കുറിന. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനസ്വേല. അപ്പൊ അതും അവിടെ വ്യക്തമായി. അടുത്തത് സാമ്പത്തിക ശാസ്ത്രവും കൂടെ പഠിച്ചു കഴിയുമ്പോൾ 2025 നോബൽ പുരസ്കാരം ലഭിച്ച ആൾക്കാരുടെ പേരുകളെല്ലാം നമ്മൾ പഠിച്ചു പൂർത്തിയാവും. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച 3 പേർ ആരൊക്കെയാണ് നോക്കാം. ജോയൽ മൊക്കിയർ, ഫിലിപ്പി ആഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. പേരുകൾ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജോയൽ മൊക്കിയർ, ഫിലിപ്പി ആഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. കാശുകാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇവനൊക്കെ എങ്ങനെയാണ് ഈ കാശ് കിട്ടിയത്? ഹൗ സമ്പത്ത് ഹൗ ആണ്. ഹൗ എന്ന് പറയുമ്പോൾ എന്താ, എങ്ങനെ കിട്ടിയേ? ഹൗവിറ്റ് എന്നവിടെ കിട്ടും. മനസ്സിലായോ? അപ്പൊ പീറ്റർ ഹൗവിറ്റ്. മനസ്സിലായോ? അപ്പൊ അപ്പുറത്തേക്കുന്നവൻ പറയും, ജോലിക്ക് പോണമടാ എന്ന് പറയും. ജോലിക്ക് പോണമടാ. അപ്പൊ എന്തായി? ജോയൽ മൊക്കിയർ എന്നായി. പീറ്റർ ഹൗവിറ്റ്, ജോയൽ മൊക്കിയർ. മനസ്സിലായോ? ജോലിക്ക് പോയാൽ എന്ത് വരും? സമ്പത്ത് ആഗീരണം ചെയ്തോളും കേട്ടോ. ആഗിയോൺ. എന്ത്? ഫിലിപ്പി ആഗിയോൺ. അപ്പോ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ് കിട്ടിയത്. 1 ഹൗവിറ്റ്, പീറ്റർ ഹൗവിറ്റ്. 2 ജോയൽ മൊക്കിയർ. 3 ആഗിയോൺ. ഓക്കെ ആണോ? ഫിലിപ്പി ആഗിയോൺ എന്ന പേരായി. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനവും നമ്മൾ ഇവിടെ പഠിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ 6 വിഷയങ്ങൾക്കുള്ള നോബൽ സമ്മാനമാണ് നമ്മൾ ലഭിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. മെഡിസിന് ബ്രൂൺകോവ്, റാംസ്ഡൽ, സഗാഗുച്ചി നമ്മൾ അവിടെ പഠിച്ചു. ഫിസിക്സിന് ക്ലാർക്ക്, ഡെവറെ, മാർട്ടിനസ് നമ്മൾ ഓർത്താണ്. കെമിസ്ട്രി ആണെങ്കിൽ ഫിറ്റ്ഗാവ, റോബ്സൺ, യാഗി ആ പേരുകൾ പഠിച്ചായിരുന്നു. സാഹിത്യം ലാസ്ലോ ക്രേസ്നഹോർക്കെ ആണ്. പിന്നെ സമാധാനം മരിയ കുറിന ആണ്. എക്കണോമിക്സ് മൊക്കിയർ, ആഗിയോൺ, ഹൗവിറ്റ്. ഓക്കെ, അപ്പോ 6 വിഷയങ്ങൾക്കുള്ള സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആൾക്കാരുടെ പേരുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.